നാളെയെ ഞങ്ങൾക്കായി തന്നു പോയവരെ, ഈ നാടിനു വേണ്ടിയെല്ലാം മറന്ന ധീരനായകരെ. തളിപ്പറമ്പിന്റെ നാട്ടുവഴികളിൽ ഓരോ തെരഞ്ഞെടുപ്പ് കാലവും എത്തുമ്പോൾ വീണ്ടും സജീവമാകുന്നൊരു കൈയുണ്ട്. ബക്കളം സ്വദേശി സുരേഷിൻ്റേത്. മാറിവരുന്ന കാലത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്ററുകളും ക്യാമ്പയിനുകളും കൊണ്ട് സജീവമാകുന്നുണ്ടെങ്കിലും ചുവരെഴുത്ത് പ്രചരണങ്ങൾക്കുള്ള പ്രാധാന്യം ഇപ്പോഴും മങ്ങിയിട്ടില്ല. 4 പതിറ്റാണ്ടായി ഇടതുപക്ഷത്തിനു വേണ്ടി ചുവരുകളിൽ വിപ്ലവം തീർക്കുന്ന ഒരു കലാകാരനാണ് സുരേഷ്. നിർമ്മിത ബുദ്ധിയിൽ പിറന്ന വീഡിയോകളും ചിത്രങ്ങളും പ്രചരണത്തിൽ നിറയുമ്പോഴും നാട്ടിൻപുറത്ത് സുരേഷിന്റെ പാട്ടുപാടിയുള്ള ചുവരെഴുത്ത് ഏവർക്കും ആവേശം പകരുന്നതാണ്. നിർമ്മിത ബുദ്ധിയിൽ പിറന്ന വീഡിയോകളും ചിത്രങ്ങളും കൊണ്ടുള്ള പ്രചാരണം തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും സുരേഷിന്റെ ചുവരെഴുത്തില്ലാത്തൊരു തെരഞ്ഞെടുപ്പും കഴിഞ്ഞ 40 വർഷത്തിൽ കടന്നുപോയിട്ടില്ല. ചടയൻ ഗോവിന്ദനും പാട്യം രാജനും മുതൽ MV രാഘവനും MV ഗോവിന്ദൻ മാസ്റ്ററും വരെ സുരേഷിന്റെ ബ്രഷ് തുമ്പിലൂടെ ചുവരുകളിൽ തെളിഞ്ഞവരാണ്. 15-ാം വയസ്സിൽ ബോർഡുകളിലും ബാനറുകളിലും എഴുതി തുടങ്ങിയ ഈ യാത്ര ഇന്ന് തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥി PK ശ്യാമളയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിൽ എത്തി നിൽക്കുന്നു. പാർട്ടിക്ക് വേണ്ടി 10-40 വർഷമായി ചുമരെഴുതുന്നത്. ഫ്ലക്സിൻ്റെ കാലം വന്നിട്ടും ചുമരെഴുത്തിന് പ്രാധാന്യം തന്നെയാണ് കൂടുതലുള്ളത്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം എഴുതുവാൻ ഭയങ്കര താല്പര്യവും ഭയങ്കര ഉത്സാഹവുമാണ്. കാരണം നമ്മളെ സ്വന്തം ശ്യാമള ടീച്ചറാണ് നമ്മുടെ സ്ഥാനാർത്ഥി. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ LDF തന്നെയാണ് മുന്നിലുള്ളത്. ഞാൻ ചെയ്യുന്നത് വെൽഡിങ് തൊഴിലാളിയാണ്. രാവിലെ പണിക്ക് പോയാൽ വൈകുന്നേരം വന്നിട്ട് പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പാർട്ടിക്ക് വേണ്ടി ചിലവഴിക്കാണ്ട് DYFI ആയാലും ബാലസംഘം ആയാലും കർഷക സംഘമായാലും കർഷക തൊഴിലാളിയായാലും എല്ലാ ഇവർക്ക് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. എന്നെ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് മക്കളത്തുള്ള എൻ്റെ സഹാക്കളാണ്. അവരെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നത്. ചുവരെഴുത്തിനൊപ്പം സുരേഷിന്റെ പാട്ടും നാട്ടുകാർക്ക് ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. അതീവ ശ്രദ്ധ വേണ്ട 2 കാര്യങ്ങൾ ഒരേ സമയം അനായാസം ചെയ്യുന്ന സുരേഷിന്റെ കഴിവ് ഏവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. കരിവള്ളൂരിലെ മണ്ണിൽ വിപ്ലവ കഥകളിറമ്പും വയലാറിൽ പൊരുതി മരിച്ച സഖാക്കൾ നമ്മുടെ സമരമുഖത്തിലെ നേതാക്കൾ. ഞങ്ങൾ വരുന്നു നിങ്ങൾക്കെതിരെ ഞങ്ങൾ വരുന്നു. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മുതലാളിത്തമെനിൻ മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല. 1980-ൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാമണ്ണ റൈക്കാണ് ആദ്യമായി ഇദ്ദേഹം ചുവരെഴുതിയത്. ചുവരെഴുത്തിനൊപ്പം ബോർഡുകൾ, നോട്ടീസുകൾ, ബാനറുകൾ എന്നിവ എഴുതിയും വിവിധങ്ങളായ കലാപ്രചരണ വസ്തുക്കൾ തയ്യാറാക്കിയും സുരേഷ് ഇന്ന് ഈ രംഗത്ത് സജീവമാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വെൽഡിംഗ് തൊഴിലാളിയായ സുരേഷ് തിരഞ്ഞെടുപ്പ് വന്നാൽ ആയുധം മാറ്റും. വെൽഡിംഗ് ഹോൾഡറിന് പകരം ബ്രഷും ചായക്കൂട്ടുകളും കയ്യിലേന്തും. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും ഓരോ വോട്ടറുടെയും കണ്ണുടയ്ക്കുന്നതും ഈ ചുവരെഴുത്തുകൾക്ക് ഇന്നും പ്രസക്തിയേറെയാണെന്ന് സുരേഷ് തെളിയിക്കുന്നു. CPIM ബക്കളം സൗത്ത് ബ്രാഞ്ച് അംഗവും ബാലസംഘം ബക്കളം വില്ലേജ് കമ്മിറ്റി അംഗവുമായ സുരേഷിനൊപ്പം ഭാര്യ ലളിതയും മക്കളായ ആവണിയും നിഷീദും എല്ലാ പിന്തുണകളുമായി കൂടെയുണ്ട്.